നല്ലൊരു എലഗൻ സ്റ്റൈലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ഇന്ന് വരുന്നത്. നല്ല ഹാൻഡ് വർക്ക് സ്റ്റൈലിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരിയുടെ കളർ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ്, പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. നമുക്കൊരു ബാപ്റ്റിസത്തിനെല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഹാൻഡ് വർക്കിലാണ് സാരി വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ടിഷ്യൂ ലിനൻ ആണ്. ടിഷ്യൂവും ഓർഗൻസായും ലിനൻ എല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് സാരി വരുന്നത്. അതിൽ ഹാൻഡ് വർക്ക് ആയിരിക്കും, അതും സെൽഫ് കളറിൽ തന്നെ ബ്ലൂവിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീസ് വരുന്നുണ്ട്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള മോട്ടീസ് വന്നിട്ട് നല്ല പാറ്റേണിൽ പൗഡർ ബ്ലൂവിൽ തന്നെയുള്ള ഒരു ക്രോഷ്യോ ലേസ് ആയിരിക്കും എഡ്ജിൽ വരുന്നത്, ബോർഡറിന്റെ എഡ്ജിൽ വരുന്നത് കേട്ടോ. ബോഡിയിൽ ഈ ഒരു പാറ്റേണിലാണ് ഒരു പൗഡർ ബ്ലൂ, ടീൽ ബ്ലൂ ആൻഡ് നേവി ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലാണ് ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ, ക്രോഷ്യോ ലേസിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് അതിലൊരു ചെറിയ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു ഈ ഒരു സ്റ്റൈലാണ്. മുന്താണിയിൽ ആ ഒരു വർക്ക് വരിക നല്ല പാറ്റേണിൽ, വളരെ സട്ടിലായിട്ടുള്ള, സെയിം ടൈം നല്ലൊരു ക്ലാസി ലുക്കുമാണ്. ഹാൻഡ് വർക്കിൽ തന്നെ ആയതുകൊണ്ട് തന്നെ സെൽഫ് കളറിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി ഓവറോൾ ഇങ്ങനെ വരും. സാരി ബ്ലൗസിന്റെ സ്ലീവിലും അതേ വർക്ക് വരുന്നുണ്ടാവും. നെക്സ്റ്റ് കളർ നല്ലൊരു ഷാമ്പെയിൻ പിങ്ക്, ഒരു ഓണിയൻ പിങ്ക് ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്ന സാരി. സെയിം സ്റ്റൈലിൽ തന്നെ ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ആ ഒരു പിങ്കിന്റെ തന്നെ ഡിഫറെന്റ് ടോണിലായിരിക്കും. ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും അതിൽ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. സെയിം ഇതിന് മുൻപ് കാണിച്ച പൗഡർ ബ്ലൂവിന്റെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അതേ വർക്ക് തന്നെ ആയിരിക്കും ഹാൻഡ് വർക്കിൽ വരിക. സോഫ്റ്റ് കളറിൽ ആ ഒരു ഷാമ്പെയിൻ പിങ്കിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് വരുന്ന സാരിക്ക്. മുന്തണിയിലുള്ള വർക്കും അതേ വർക്ക് തന്നെ കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു ലേസ് വർക്കും ആൻഡ് ഹാൻഡ് വർക്കിന്റെ ആ ഒരു മോട്ടീവ്സും വരുന്നുണ്ടാവും. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരി വരുന്നത്. ഒരു പേൽ യെല്ലോ ആട്ടോ. നമ്മൾ യൂഷ്വലി കാണാത്ത ഒരു ഷെയ്ഡാണ്. സോഫ്റ്റ് കളറിൽ തന്നെയാണ്. ഇതിലും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ നല്ലൊരു മൈൽഡ് ഗ്രീൻ ആണ്. ഗ്രീൻ ആൻഡ് പേസ്റ്റൽ യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാട്ടോ സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോർഡറിലും അതേ പാറ്റേൺ തന്നെ ആ ഒരു ക്രോഷ്യോ വർക്ക് വന്നിട്ട് മുന്താണി ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണിയിൽ വരുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ആ സെൽഫ് കളറിൽ തന്നെയായിരിക്കും വരുന്നത്. അതാണ് അതിന്റെ ആ ഒരു എലഗൻസിയും അത് തന്നെ കേട്ടോ. ഒത്തിരി കോൺട്രാസ്റ്റ്, ഡീപ്പ് കോൺട്രാസ്റ്റ് വരാതെ വളരെ സോഫ്റ്റ് കോമ്പിനേഷനിലാണ് എല്ലാ സാരീസിലും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡി കളർ ഏതാണോ അതിനോട് മേർജ് ചെയ്തിരിക്കുന്ന പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ്. ടീൽ ഗ്രീൻ നെക്സ്റ്റ് കളർ വരുന്ന ടീൽ ഗ്രീൻ ആണ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ കേട്ടോ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഗ്രീനിന്റെ തന്നെ ഡ്യുവൽ ടോണാണ് വരുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട്, ടീൽ ഗ്രീനും വരുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. മുന്താണി ഇതായിരിക്കും സാരിയുടെ പല്ലു. സെയിം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി വന്നിട്ട് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും ആ ഒരു ഷാമ്പെയിൻ പിങ്ക് ആൻഡ് ഒരു ഓണിയൻ പിങ്ക് ബ്ലെൻഡഡ് ആണ് സാരിയുടെ. നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ്. ഇതിലൊരു പീച്ച് കൂടി വന്നിട്ടുണ്ട്. ഒരു പീച്ച് ടിൻറ്റഡ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. നല്ലൊരു കളറാണ്, നല്ലൊരു പേസ്റ്റൽ ടോൺ. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ഇതും ആ ഒരു സെൽഫ് ടോണിൽ തന്നെയുണ്ട്. ബേബി പിങ്ക് ആൻഡ് ഓണിയൻ പിങ്ക് ടോണിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരിക. സെയിം ടോണിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ് ആയിരിക്കും ബോർഡർ വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് സാരിയുടെ. മുന്താണിയിൽ ഒരു ഹാൻഡ് വർക്ക് ആൻഡ് സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഷോർട്ട് പല്ലു ആണ്, പക്ഷേ നല്ല എലഗന്റ് ആയിട്ടാണ് ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ബ്ലൗസ് വീണ്ടും പൗഡർ ബ്ലൂ തന്നെ സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പൗഡർ ബ്ലൂവിൽ ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിലും നല്ലൊരു സ്റ്റൈലിലാണ് ആ ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ പൗഡർ ബ്ലൂ ടോണിൽ തന്നെ സ്വീക്വൻസ് വർക്കിലായിരിക്കും ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ്, പൗഡർ ബ്ലൂ ക്രോഷ്യോ ലേസ് വന്നിട്ട് പല്ലു ഈ ഒരു പാറ്റേണിലായിരിക്കും. മുന്താണിയിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാട്ടോ സാരിയുടെ പല്ലുവിൽ വർക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണിയിൽ വർക്ക് വന്നിട്ട് അതിനുശേഷം കാന്ത വർക്ക് ആയിരിക്കും, കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. ഇനി ഈ ഒരു വർക്കിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇനി വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലാണ് വരിക. ബ്ലൗസ് പേസ്റ്റൽ പിങ്ക് ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും മോട്ടീവ്സ് വന്നിട്ട് ഒരു പേസ്റ്റൽ ടോണിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ്, ബ്യൂട്ടിഫുൾ പല്ലു. ഈ ഒരു സ്റ്റൈലിൽ മുന്താണി ആ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് കാന്ത വർക്ക് ആയിരിക്കും വരുന്നത്. ബ്ലൗസ് പേസ്റ്റൽ യെല്ലോ, സെയിം അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ. ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു. റണ്ണിങ് ബ്ലൗസ് നല്ലൊരു ടീൽ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്ക് ആൻഡ് സ്വീക്വൻസ് വർക്ക്. വീണ്ടും കാന്ത സ്റ്റിച്ച് ആയിരിക്കും വരിക. റണ്ണിങ് ബ്ലൗസ്
നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നെക്സ്റ്റ് വരുന്നത്. ക്രഷ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ ഒരു ക്രീം ബേസ്ഡ് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ കട്ട് വർക്ക് ആൻഡ് പോയിന്റ് എംബ്രോയിഡറി സ്റ്റൈലിലായിരിക്കും സാരി വരുന്നത്. സെൽഫ് കളറിൽ തന്നെയാണ്, ആ ഒരു ഓഫ് ക്രീമിൽ തന്നെയാണ് ആ ഒരു പോയിന്റ് എംബ്രോയിഡറി വന്നിട്ട് അതിൽ കട്ട് വർക്കിലായിരിക്കും വരുന്ന സാരി. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രീപ്പ് ചെയ്യാവുന്ന ഒരു സാരി കേട്ടോ. ക്രഷ് ഓർഗൻസയിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു പോയിന്റ് എംബ്രോയിഡറി ഡിസൈൻസ് വന്നിട്ട്. ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈലാണ് ബോർഡർ വരുന്നത്. അതിലും ഒരു കട്ട് വർക്ക് ബോർഡർ ആണ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെയാണ് സാരിയുടെ ബോഡി, പല്ലു എല്ലാം കംപ്ലീറ്റ് ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിനിലാണ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് സാരിയുടെ ടോൺ. സെയിം അതേ വർക്ക് തന്നെ കേട്ടോ. പോയിന്റ് എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക് ആയിരിക്കും സാരിയിൽ. ആ ഒരു ഫുൾ വർക്ക് വരുന്നുണ്ട്. ആ ഒരു മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ക്രഷ് ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. സെയിം അതേ ക്രഷ് ഓർഗൻസ് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ആ ഒരു പോയിന്റ് എംബ്രോയിഡറിയും കട്ട് വർക്കിലും ആയിരിക്കും. ബോർഡർ, മുന്താണി, റണ്ണിങ് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വന്നത്. ലാസ്റ്റ് സാരി കേട്ടോ. നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ആ ഒരു കളർ പാലറ്റ് പറയുകയാണെങ്കിൽ. അതിലും പോയിന്റ് എംബ്രോയിഡറിയിലും കട്ട് വർക്കിലും ആയിരിക്കും ബോർഡറും ബോഡിയും വരുന്നത്. റണ്ണിങ് ബ്ലൗസ്.